ഹായ്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് വന്നു, അഥവാ റിസൾട്ട് വന്നു. എല്ലാവർക്കും അവരവരുടെ മാർക്കിനനുസരിച്ച് പെർഫോമൻസിനനുസരിച്ചുള്ള റാങ്കാണ് വന്നിരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആളുകൾക്ക് വ്യത്യസ്തമായ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞൊരു റാങ്കിലേക്ക് വന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അത് എന്തുകൊണ്ടാണ്, പഴയ റാങ്കൊക്കെ വെച്ച് കൺസൾട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം. എനിവേ, റാങ്ക് വന്നു കഴിഞ്ഞു. ഇനി എന്താണ്? അഡ്മിഷൻ പ്രോസസ്സിന് മുമ്പ് ആളുകൾക്കുള്ള സംശയം എന്താണെന്ന് അറിയോ? ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് ഇനി ഓൺലൈനായിട്ട് നടക്കും. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. കോഴ്സുകളും കോളേജുകളും നമ്മളെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കേണ്ടടുത്ത് കൺഫ്യൂഷൻ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കരിയർ ഗുരുവിൽ വരിക. ഇവിടെ നിന്ന് നമ്മളത് ചെയ്തു തരും. ഓപ്ഷൻ പ്രിന്റ് ചെയ്ത് തരും. ബാക്കി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പറയും. ഇപ്പോൾ ഒരു സംശയം, എല്ലാവരുടെയും ചോദ്യം, കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ബ്രാഞ്ച്, ഏത് കോളേജ്, എന്തൊക്കെയാണ് സാധ്യതകൾ, കോളേജുകളുടെയും കോഴ്സുകളുടെയും പ്രത്യേകതകൾ, കോഴ്സുകൾ ഏതാണ് ഏറ്റവും നല്ലത്, ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ബ്രാഞ്ചുകൾ എടുക്കുന്ന കാര്യത്തിൽ ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ഞാൻ പൊതുവെ പറയാം. ഈ 30-ലധികം ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട്. അപ്പൊ ബ്രാഞ്ചുകൾ നോക്കുമ്പോൾ കോർ ബ്രാഞ്ചുകളാണ് പൊതുവെ നന്നാവാന്ന് ആളുകൾ പറയാറുണ്ട്. പണ്ടത്തെ ഒരു സ്റ്റൈലാണത്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ദെൻ മെക്കാനിക്കലാണ് കോർ ബ്രാഞ്ച് ആയിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളൊരു ഈ പ്ലേസ്മെന്റ് ടെൻഡൻസികൾ ഈ കോർ ബ്രാഞ്ചുകൾ എന്നുള്ള സങ്കല്പങ്ങൾ തന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ടെക്നോളജിയെ മൊത്തത്തിൽ ഒന്ന് ഒലച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സാധ്യതകളെ ഒന്ന് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയ മേഖലകളിലേക്ക് എത്താനുള്ള സാധ്യതകളെ ഒരുവിധ എല്ലാ ബ്രാഞ്ചുകളും ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ കോഴ്സുകളുടെ സാധ്യതകൾ, ദെൻ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ബ്രാഞ്ചുകളെ ഒരു 6 ബ്രാഞ്ചുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയും. 1 സിവിൽ എഞ്ചിനീയറിംഗ്, 2 ഇലക്ട്രിക്കൽ, 3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 4 കമ്പ്യൂട്ടർ സയൻസ്, 5 കെമിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ അതുപോലെ 6 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുവിധ എല്ലാ നാട്ടിലുള്ള മുഴുവൻ ബ്രാഞ്ചുകളും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എടുത്തു നോക്കിയാൽ ഈ 6 ബ്രാഞ്ചുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാവാനാണ് സാധ്യത. ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗിൽ അങ്ങനെ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇലക്ട്രോണിക്സ് എടുത്താൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്ന ഒരാൾക്ക് ഇലക്ട്രോണിക്സിന്റെ വിവിധ മേഖലകളിലേക്ക് പിന്നീട് മാസ്റ്റേഴ്സിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക, സ്പെസിഫിക് ആയ ഒരു ബ്രാഞ്ചിലേക്ക് പോകുന്നതിനേക്കാൾ. അതേസമയത്ത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, AE, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് വരുന്നുണ്ട്. ആ ബ്രാഞ്ച് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മികച്ചതായതുകൊണ്ട് ചിലപ്പോൾ അതെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ എനർജി പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ സാധാരണ നിലക്ക് KSEB ഒക്കെ പോലെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പ്രോസസ് ഇൻഡസ്ട്രീസിലെ പവറുമായിട്ട് ബന്ധപ്പെട്ട, പവർ കൺട്രോൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, റെഗുലേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ട്രാൻസ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ നമുക്ക് ഇലക്ട്രിക്കലുകാർക്ക് വർക്ക് ചെയ്യാം. ഇലക്ട്രിക്കൽ നിന്ന് മറ്റ് പല ഏരിയകളിലേക്ക്, എയറോനോട്ടിക്കൽ, എയറോസ്പേസ് ഒക്കെ പോലുള്ള ഏരിയകളിലേക്ക് മാറാം. വൈവിധ്യമുള്ള ഒരു ബ്രാഞ്ചാണ്. ഇലക്ട്രോണിക്സ് ആകുമ്പോൾ ബേസിക്കലി അത് വരുന്നത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഈ നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിന്റെ മദർ ബോർഡ് അല്ലെങ്കിൽ അതിന്റെ സർക്യൂട്ടുകളോ ഡിസൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോണിക്സിനും ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വൈവിധ്യമുണ്ട് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും. ദെൻ വ്യത്യസ്തമായ ഏരിയകളിലേക്ക് മാറാം. കമ്പ്യൂട്ടർ സയൻസും ഈ ബ്രാഞ്ചുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ വിദ്യാർത്ഥികളോട് പറയാം, കമ്പ്യൂട്ടർ സയൻസ് ആസച്ച് എടുക്കണമെന്നില്ല, ഇലക്ട്രോണിക്സ് എടുത്തിട്ടും മാറാം. ഇപ്പൊ ഈ പ്രാവശ്യത്തെ ഒരു ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ പ്രാവശ്യത്തെ പ്ലേസ്മെന്റ് 30% റിലേറ്റീവ്ലി കുറവാണ്. അത് പറയുന്നത് ഒരു പോസ്റ്റ് കൊറോണ ട്രെൻഡാണ്. അത് ഈ ഒരു വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് മാറാം. AI വിദഗ്ധർ പറയുന്നത് AI സ്വാധീനം കൊണ്ട് ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ റിലേറ്റീവ്ലി എല്ലായിടത്തും കുറയുന്നു, അതുകൊണ്ട് കുറയുന്നതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു പോസ്റ്റ് കൊറോണ ട്രെൻഡ്, കൊറോണ ടൈമിൽ ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്തത് കൊണ്ട് പിന്നീട് ആധിക്യം വന്നതുകൊണ്ട് നിലനിർത്തുന്നു, അതുകൊണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ കൊല്ലം ഒരു ട്രെൻഡ് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് കൂടുതൽ സ്വിച്ച് ചെയ്യും. കാരണം IT ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണം എന്നില്ല. ഇലക്ട്രോണിക്സ് എടുത്താലും IT-യിലേക്ക് മാറാം, ഇലക്ട്രിക്കൽ എടുത്താലും നന്നായി പെർഫോം ചെയ്ത കുട്ടികൾക്ക് IT-യിലേക്ക് മാറാവുന്നതാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട കോളേജുകളിൽ, കോർ ബ്രാഞ്ചുകളിൽ, കോർ കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും
സിവിലൊക്കെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സിവിലൊക്കെ വളരെ എടുക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് കരിയർ ഓപ്ഷൻസ്, ജോബ് ഓപ്പണിങ്സ്, സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. ദെൻ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ബ്രാഞ്ച് എടുക്കുമ്പോൾ മെക്കാനിക്കൽ ബ്രാഞ്ചിന്റെ ഒരു പ്രത്യേകത, മെക്കാനിക്കൽ കുറച്ചുകൂടി ഒബ്സലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഓട്ടോമേഷൻ വരുന്നതോടുകൂടി ഈ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അതിന്റെ സ്വാധീനം കുറയുന്നു എന്നൊരു ആക്ഷേപം പരത്തിയുണ്ട്. പക്ഷേ വൈവിധ്യം ഒരുപാടുള്ള സേഫ്റ്റിയിലേക്കും പെട്രോകെമിക്കലിലേക്കും മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പ്രോസസ്, മാനേജ്മെന്റ്, ഹയർ സ്റ്റഡീസ്, ഇതിലൊക്കെ പോകാൻ മെക്കാനിക്കൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വെപ്പണറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് മാറാം എന്നതൊക്കെ മെക്കാനിക്കലിന്റെ ഒരു പ്രത്യേകതയാണ്. ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്കൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം IT-യും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ സയൻസും, അല്ലെങ്കിൽ IT മേഖലയില ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനെയും കമ്പ്യൂട്ടർ സയൻസിനെയും പ്ലേസ്മെന്റ് ഉള്ളത് കൊണ്ട് ആ ഒരു ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റി വേഗം ഉണ്ടാവുന്നത് ഈ രണ്ട് ബ്രാഞ്ചുകൾക്കാണ്. അതേ സമയത്ത് കെമിക്കലിനും മെക്കാനിക്കലിനും റിലേറ്റീവ്ലി പ്ലേസ്മെന്റ് ഓപ്പണിങ്സ് കുറവാണ്. പക്ഷേ ഹയർ സ്റ്റഡീസും അത് കഴിഞ്ഞുള്ള ഡൈവേഴ്സിറ്റിയും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കലും കെമിക്കലും ചെയ്യാം. പക്ഷേ കെമിക്കലിന് ഒരു ഇനീഷ്യൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം ഒരു കെമിക്കൽ പ്രോസസ് ഇൻഡസ്ട്രീസിലാണ് ജോബ്. അത് ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കെമിക്കലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കൂടുതൽ അനുയോജ്യം. എന്നാൽ പോലും കേരളത്തിലെ റാങ്ക് വെച്ചുകൊണ്ട് കെമിക്കലൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഹയർ സ്റ്റഡീസ് IIT ഒക്കെ ഓപ്റ്റ് ചെയ്യുമെങ്കിൽ, വിദേശ രാജ്യങ്ങൾ ഓപ്റ്റ് ചെയ്യുമെങ്കിൽ കെമിക്കലിലേക്ക് മാറാം. കെമിക്കലിന്റെ ഒരു പ്രത്യേകത ഒരുപാട് രസകരമായ വൈവിധ്യങ്ങളിലേക്ക് മാറാം. പെട്രോകെമിക്കലിലേക്കും റിഫൈനറി എഞ്ചിനീയറിംഗിലേക്കും ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിലേക്കും ബയോടെക്നോളജിയിലേക്കും നാനോ ടെക്നോളജിയിലേക്കും ഒക്കെ മാറാൻ പറ്റുന്ന രസകരമായ വൈവിധ്യങ്ങളുണ്ട് എന്നതാണ് ഈ ഒരു ബ്രാഞ്ചിന്റെ പ്രത്യേകത. നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും, മറ്റ് സ്പെഷ്യലൈസേഷൻസ് എടുത്താലും, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ദെൻ മെക്കാനിക്കൽ, ദെൻ കെമിക്കൽ, ഈ ബ്രാഞ്ചുകളാണ് ഒരു ബേസ് ബ്രാഞ്ച്, അല്ലെങ്കിൽ വൈവിധ്യത്തോടെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ബേസ് ബ്രാഞ്ചുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കോർ ബ്രാഞ്ച് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ റാങ്ക് വെച്ച് എവിടെയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യം പറയാം. കഴിഞ്ഞ കൊല്ലത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഗവൺമെന്റ് കോളേജുകൾ ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിന് 3000-3500 ലെവലിലേക്കാണ് വരാൻ സാധ്യത. ഒരു 4000-4500 വരുന്ന ആളുകൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ, ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിൽ മോശമില്ലാത്തൊരു കോളേജ്. ഇപ്പൊ സെൽഫ് ഫിനാൻസ് ഗവൺമെന്റിൽ മോശമില്ലാത്തതെന്ന് പറയുമ്പോൾ ഒരു MDL, SCT, CHN പോലുള്ള കോളേജുകളാണ്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിൽ ഒരു 6000-7500 റാങ്കിൽ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു കോളേജ് കിട്ടാണ്ട്, ഈഴവ മുസ്ലിം മെറിറ്റ് ആണെങ്കിൽ അത് 8500, അതുപോലെ തന്നെ 21,000 ലെവലിലാണ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഈഴവ മെറിറ്റ് മുസ്ലിം മെറിറ്റിൽ ഒരു 4000-4500 കയറുകയാണെങ്കിൽ, 3000 ഒക്കെയാണ് ജനറൽ മെറിറ്റിലെങ്കിൽ ഒരു 4000-4500 ഈഴവ മെറിറ്റ്. ദെൻ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ഗവൺമെന്റിൽ ഒരു 10,000 മുതൽ 25,000 വരെ സാധ്യതയുണ്ട്. MDL-ഉം അതുപോലെ തന്നെ SCT, MDL ഒഴിച്ച് SCT ആകുമ്പോൾ ഒരു 12,000 വരെ വരുന്ന ആളുകൾക്കും കിട്ടാറുണ്ട്. MDL ആകും, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ ഒരു 4,000-4,500 വന്ന് നിൽക്കും. ഇനി എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒന്ന് റാങ്ക് ചെയ്യുക. 12 കോളേജുകളുടെ കൂട്ടത്തിൽ നമുക്ക് ട്രിവാൻഡ്രം CET, ദെൻ TKM, TCR, MAC, KTE, TRV, NSS ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇനി സൗത്തിലേക്ക് ഒരു കണ്ണൂരും കോഴിക്കോടൊക്കെ ചിലർ കൊടുക്കും, ചിലർ കൊടുക്കാതിരിക്കും. ആദ്യത്തെ ഈ കോളേജുകൾ ട്രിവാൻഡ്രം, TKM, TCR, MAC, KTE, TRV, NSS പോലുള്ള കോളേജുകൾ എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല കോളേജുകളാണ്. ഇനി ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിലാണെങ്കിൽ MDL, SCT, CHN മികച്ച 3 കോളേജുകളായിട്ട് പറയാം. അടൂര്, കാസർഗോഡ്, LBS, KSD, അപ്പൊ ADR, KSD, ദെൻ MNR, ദെൻ UCK പോലുള്ള കോളേജുകൾ താരതമ്യേന മോശമല്ലാത്ത നല്ല കോളേജുകളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. സെൽഫ് ഫിനാൻസ് കോളേജുകൾ, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ റാങ്ക് കൊടുക്കാവുന്ന കോളേജുകളാണല്ലോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ആക്കി ഏത് കോളേജാണ് നല്ലതെന്നൊക്കെ പറയുന്ന ഭാഗത്ത്, അത് പറയേണ്ടി വരുന്നിടത്ത് കരിയർ ഗുരു നിങ്ങളെ സഹായിക്കുന്നതാണ്. ദെൻ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ കൂട്ടത്തിൽ രാജഗിരി, മുത്തൂറ്റ്, ദെൻ മാർ ബസീലിയസ് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ സെയിന്റ് ഗിറ്റ്സ് കോളേജ്, ഫിസാറ്റ്, ക്രൈസ്റ്റ്, ദെൻ അമൽ ജ്യോതി, വിശ്വജ്യോതി, ദെൻ ടോക്കറ്റ്സ് കോളേജ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. വിദ്യ, അതുപോലെ തന്നെ സഹൃദയ, ജ്യോതി ഒക്കെ പോലുള്ള അങ്ങനെ കോളേജുകൾ നമുക്ക് ഇങ്ങനെ SCMS ഒക്കെ പോലുള്ള കോളേജുകൾ ഒരു ഓർഡറിൽ, ഇത് ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണമെന്നില്ല, നമ്മൾ മാറ്റി പറയാറുമുണ്ട്. അത് കാൻഡിഡേറ്റ്സിനനുസരിച്ച്, ബ്രാഞ്ചിനനുസരിച്ച് ഈ ഓർഡർ ഓഫ് പ്രിഫറൻസ് നമ്മൾ മാറ്റാറുണ്ട്. ദെൻ EC-യിലേക്ക് വരുമ്പോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു 6,000-8,000 റാങ്കിനുള്ളിൽ വരുന്ന ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിന് ഒരു കോട്ടയം, രാജീവ് ഗാന്ധി, കണ്ണൂർ പോലുള്ള കോളേജുകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 8,000 മുതൽ 10,000 വരെയുള്ള ഈഴവ മുസ്ലിം മെറിറ്റ് കാൻഡിഡേറ്റ്സിന് ഈ കോട്ടയം, കണ്ണൂർ വരെയുള്ള കോളേജുകളിൽ വരാൻ സാധ്യതയുണ്ട്.
ഒരു സെൽഫ് ഫിനാൻസ് ഗവൺമെന്റിൽ ഇപ്പൊ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് MDL ആണ്. ദെൻ രണ്ടാമത്തെ CHN. ഈ രണ്ട് കോളേജും കൂടി ഒരു 4000 മുതൽ MDL 4000 4500 ഉണ്ടെങ്കിൽ ഈസി കിട്ടും. ഒരു 10,000 വരെ ഉള്ളത് CHN ഒക്കെ വരെ വരാറുണ്ട്. ജനറൽ മെറിറ്റ് ഒരു 5000 12,000 വരെ ഈഴവ മുസ്ലിം മെറിറ്റ് കാൻഡിഡേറ്റ്സിനും. സെൽഫ് ഫിനാൻസ് കോളേജിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ 14,000 മുതൽ 15,000 വരെയും അത് ഒരു ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിനാണ് അങ്ങനെ വരുന്നത്. നല്ല കോളേജുകൾ 20,000 വരെയൊക്കെ നമ്മൾ ഈ സെയിന്റ് കിറ്റ്സ്, അതുപോലെ തന്നെ ഫിസാറ്റ്, അതുപോലെ ക്രൈസ്റ്റ്, സഹൃദയൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 23,000 മുതൽ 24,000 വരെ 25,000 വരെയൊക്കെ ഈഴവ മുസ്ലിം മെറിറ്റിലും വരാറുണ്ട്. ഇനി ഇലക്ട്രിക്കലിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ടഫ് ആണെങ്കിൽ പോലും ഇലക്ട്രോണിക്സിന്റെ ചില ഓപ്ഷൻസിലേക്ക് ഇലക്ട്രിക്കലിലേക്ക് പോകാം. ഒരു 4,000 11,000 വരെ കോട്ടയം രാജീവ് ഗാന്ധി കണ്ണൂർ കോളേജുകളിൽ വരാറുണ്ട്. ഒരു 12,000 മുതൽ 15,000 വരെ ഒരു ഈഴവ മുസ്ലിം മെറിറ്റിലേക്കും ഈ കോളേജുകളിൽ വരും. അങ്ങനെയാണെങ്കിൽ ആ റാങ്കിൽ വരുന്ന ആളുകൾക്ക് ഇലക്ട്രിക്കൽ, അപ്പൊ ഇപ്പൊ സാധാരണ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ കിട്ടും, ഇലക്ട്രിക്കൽ തൃശ്ശൂർ കിട്ടും, എങ്കിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരിയഗുരുവിൽ സമീപിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. 8,500 28,000 വരെയൊക്കെ ഒരു ഗവൺമെന്റ് സെൽഫ്, ഇപ്പൊ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടൂര് അല്ലെങ്കിൽ SCT ഒക്കെ ഉള്ള കോളേജുകൾ എടുക്കുമ്പോൾ അതിൽ ഈ വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ദെൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് CHL ചെങ്ങന്നൂർ വരുന്നുണ്ട്. ഈ കോളേജുകളിൽ നമുക്ക് എടുക്കാം. അതേ സമയത്ത് SCTയിലൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് കോളേജുകൾ എടുക്കുമ്പോൾ ഒരു 8,500 28,000 വരെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിലെ പ്രധാനപ്പെട്ട കോളേജുകൾ, ഞാൻ സെൽഫ് ഫിനാൻസിലെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിലെ പ്രധാനപ്പെട്ട നല്ല കോളേജുകൾ എന്ന് പറഞ്ഞാൽ MDL, SCT, CHN ആണ്. പിന്നെ അടൂര്, കാസർഗോഡ് ADR, KSD, UCK, MNR ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, മൂന്നാറൊക്കെ പറയാവുന്നതാണ്. ഒരു 9,500 38,000 വരെയൊക്കെ ഈഴവ മുസ്ലിം മെറിറ്റിൽ വരാറുണ്ട്. സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജുകൾ 25,000, ഇപ്പൊ രാജഗിരിയിലൊക്കെ 25,000, മുത്തൂറ്റിൽ 24,000 ഒക്കെ വരെ വരുന്ന കോളേജുകളുണ്ട്. അത് മുതൽ 44,000 വരെ ജനറൽ മെറിറ്റിലും ഒരു മുസ്ലിം ഈഴവ മെറിറ്റിനും 31,000 മുതൽ 45,000 മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. താരതമ്യേന മോശമല്ലാത്ത കോളേജുകളുണ്ട്. ഇനി മെക്കാനിക്കലിലേക്ക് വരും. മെക്കാനിക്കൽ കഴിഞ്ഞ കൊല്ലം ഒരു പൊതുവെ ഒരു ആളുകൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് കുറവായിട്ടാണ് കാണുന്നത്. കാരണം ഗവൺമെന്റ് കോളേജിൽ നല്ല കോളേജുകളിൽ വരെ ഒരു 18,000 20,000 വരെ സ്റ്റേറ്റ് മെറിറ്റ് കാൻഡിഡേറ്റ്സിന് കിട്ടിയതായിട്ട് കാണാം. കോട്ടയം രാജീവ് ഗാന്ധി കണ്ണൂരൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 22,000 മുതൽ 28,000 വരെ ഈഴവ മുസ്ലിം മെറിറ്റിൽ പോയിട്ടുള്ളതായിട്ട് കാണാം. കണ്ണൂർ വരെയൊക്കെ 22,000 24,000 വരെയൊക്കെ കോട്ടയം രാജീവ് ഗാന്ധിയിൽ വന്നേക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സെൽഫ് ഫിനാൻസ് ഗവൺമെന്റ് എടുത്താൽ ഇപ്പൊ മോഡൽ SCT ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 22,000 28,000 വരെയൊക്കെ മെക്കാനിക്കൽ പോയിട്ടുണ്ട്. പണ്ട് SCTയിൽ 8,000 വന്നാലും മെക്കാനിക്കൽ കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, അത് മാറി. ദെൻ 27,000 28,000 വരെയൊക്കെ ഒരു മുസ്ലിം ഈഴവ മെറിറ്റിൽ വരാൻ സാധ്യത. ഒരു 44,000 മേലെ 42,000 40,000 അതിന്റെ മേലെയൊക്കെ ഈ രാജഗിരി, മുത്തൂറ്റ് പോലുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ജനറൽ മെറിറ്റിലും ഈഴവ മുസ്ലിം മെറിറ്റിലൊക്കെ ഈ മെക്കാനിക്കൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ റാങ്ക് വെച്ചുകൊണ്ട് ഏത് കോളേജ് എവിടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ഏത് കോളേജ് കൊടുക്കണം, ഒരു നമ്പർ, ഒരു ചോയ്സസ്, ഒരുപാട് ചോയ്സ് ഉണ്ട്. കാരണം 140 എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലുണ്ട്. ഈ 140 എഞ്ചിനീയറിംഗ് കോളേജിൽ 30ഓളം ബ്രാഞ്ചുകളൊക്കെ കൂട്ടുമ്പോൾ ചോയ്സസ് 1000-അടുത്ത് വരും. അപ്പൊ ഈ ടോട്ടൽ ചോയ്സസ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ഗൈഡൻസ് കരിയർ ഗുരുവിൽ ഉണ്ടാവും. നിങ്ങൾ അവിടെ അതിൽ നേരിട്ട് വരാം. അതോടൊപ്പം ഒരു ലൈവ് പ്രോഗ്രാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാനും ബ്രാഞ്ച് അനുസരിച്ച് റാങ്ക് അനുസരിച്ച് ബ്രാഞ്ച് എവിടെയൊക്കെ കിട്ടും എന്ന് ചോദിക്കാനൊക്കെ ഉള്ള ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.